വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറസ്റ്റിൽ. വിവിധ കേസുകളിൽ ജാമ്യം തേടി ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലെത്തിയപ്പോഴാണ് അറസ്റ്റ്. അൽ ഖാദിർ അഴിമതി കേസിലാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഇമ്രാനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇസ്ലാമാബാദിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, ഇപ്പോൾ പാകിസ്ഥാന്റെ സ്ഥിതി എന്താണ്? ക്രമസമാധാന നിലയിലുണ്ടായ മാറ്റങ്ങളിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ഭദ്രയാണ് ചേരുന്നത്. ഭദ്ര, പാകിസ്ഥാന്റെ അവസ്ഥ നിലവിൽ ഇപ്പോൾ എന്താണ്? ദേവിക, തീവ്രവാദം, അതുപോലെ തന്നെ മതനിന്ദ, കൊലപാതകം, അക്രമത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങി ഏകദേശം ഒരു 140 അധികം കേസുകളാണ് ഇമ്രാൻഖാനെതിരെ പാകിസ്ഥാനിലുള്ളത്. ഇവയിൽ ചില കേസുകളിൽ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയായിരുന്നു ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ അദ്ദേഹം എത്തിയത്. ആ സമയത്തായിരുന്നു ഈ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നൊരു നടപടിയിലേക്ക് കടന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ദേവിക, നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്ന് ലാഹോർ, കറാച്ചി, അതുപോലെ തന്നെ ക്വറ്റ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൊക്കെ തന്നെ ഇപ്പോൾ അണിനിരന്നുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ തകർക്കുകയും അതുപോലെ തന്നെ പൊതു മുതലുകൾ നശിപ്പിച്ചുകൊണ്ടുമൊക്കെയാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് തങ്ങളുടെ നേതാവിനെ പിടിച്ചുകൊണ്ടുപോയതിൽ മാത്രമല്ല, അദ്ദേഹത്തെ മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പോലീസ് മർദ്ദിച്ചു എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ഈ അക്രമ സംഭവം അഴിച്ചുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഘർഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ദേവിക. എന്നാൽ പക്ഷേ ഇതൊക്കെ മറികടന്നുകൊണ്ട് പോലീസിനെയൊക്കെ തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്, ശക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അടക്കം ഈ പ്രതിഷേധക്കാർ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 5 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്ലാമാബാദ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. 43 പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം ജാമ്യം നേടാൻ വേണ്ടി എത്തിയപ്പോഴായിരുന്നു പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ കോടതിയുടെ ജനൽ ചില്ലുകളൊക്കെ പൊട്ടിച്ചുകൊണ്ടായിരുന്നു അവർ അകത്തേക്ക് കയറിയത്. ഇങ്ങനെയായിരുന്നു ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ അൽ ഖാദിർ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു അറസ്റ്റ്. അതായത് ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇരുവരും തമ്മിൽ ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൽ നിന്ന് ഏകദേശം ഒരു $50 മില്യൺ ഒരു അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ളതാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്ലാമാബാദ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ചില നടപടികളിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തോഷിഖാന കേസ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില അഴിമതി കേസുകളും ഒക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. പക്ഷേ അന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ആ ഒരു ശ്രമം പോലീസിന് പിൻവലിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിലൊക്കെ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യം തേടാൻ വേണ്ടിയായിരുന്നു ഇന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം വന്നത്. പക്ഷെ അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ദേവിക, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശം എന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തിയിലും ഇപ്പോൾ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ ജാഗ്രത പാലിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാനിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളൊക്കെ തന്നെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്, ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ദേവിക ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ. അതോടൊപ്പം തന്നെ ഇമ്രാൻ അനുകൂലികൾ പറയുന്നുണ്ടായിരുന്നു, ചില അജ്ഞാത സ്ഥലത്തേക്കാണ് ഇമ്രാൻഖാനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നൊക്കെയാണ് PTIയുടെ അടക്കം ഔദ്യോഗിക ട്വിറ്റർ പേജിൽ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇമ്രാൻഖാൻ അത്രത്തോളം ശാരീരികമായിട്ടുള്ള പരിക്കെല്ലാം ഏറ്റിട്ടുണ്ട് എന്നും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇമ്രാൻഖാൻ എവിടെയാണ്?
തീർച്ചയായും അതായത് ഈ പ്രതിഷേധങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു ദേവിക. ഈ ഇമ്രാൻഖാൻ ഇപ്പോൾ ഒരു ഒളിസങ്കേതത്തിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് മർദ്ദിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ PTA പാർട്ടിയിലെ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നുണ്ട് തങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടില്ല, ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇമ്രാൻഖാൻ അറിയാമായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത്. ഇന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം അറസ്റ്റ് നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് കോടതിയിലേക്ക് പോയിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിനെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് അദ്ദേഹത്തിന് ഒരു വെടിയേക്കൽ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പാകിസ്ഥാനിലേറെ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ആ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സൈന്യവും ഈ ഇമ്രാൻഖാനെതിരെ തിരിയുന്നു എന്ന തരത്തിലൊക്കെ തന്നെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാലിനായിരുന്നു അന്ന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പരിക്ക് പറ്റിയിടത്തൊക്കെ തന്നെ ഈ പോലീസുകാർ ഇപ്പോൾ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അന്ന് വെടിയേറ്റ ഭാഗത്ത് വലിയ രീതിയിൽ മുറിവുണ്ടാക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറസ്റ്റിലായിരിക്കുന്നു. വിവിധ കേസുകളിൽ ജാമ്യം തേടി ഇസ്ലാമാബാദ് ഹൈക്കോടതിയിലെത്തിയപ്പോഴാണ് അറസ്റ്റ്. അൽ ഖാദിർ അഴിമതി കേസിലാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇസ്ലാമാബാദിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഭദ്ര. താനൂർ